ഒരുപാട് പ്രവചനങ്ങൾ നടക്കുന്നുണ്ട് ഇലക്ഷനിൽ. ഒരുപാട് മണ്ഡലങ്ങളെ വിലയിരുത്തിക്കൊണ്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. രമേഷ് പിഷാരടിയെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു പാലക്കാട്. ഇപ്പോൾ വലിയ അപ്പർ ഹാൻഡിലാണ് നിൽക്കുന്നത്. ഇനി ശോഭാ സുരേന്ദ്രൻ അത് മറികടക്കുമോ എന്നുള്ളത് വേറെ വിഷയം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ തൃശ്ശൂരിൽ വരുമ്പോൾ, തൃശ്ശൂരിൽ ആലാങ്കോട് ലീലാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരനെയൊക്കെ CPI നിർത്തിയെങ്കിലും ക്ലച്ച് പിടിച്ചിട്ടില്ല. കാരണം പഴയതുപോലെ ഒരു 10 വർഷം മുമ്പാണ് നിന്നിരുന്നെങ്കിൽ കേരളത്തിലെ സാംസ്കാരിക സാമൂഹ്യ മണ്ഡലം മുഴുവൻ തൃശ്ശൂർ കാണുമായിരുന്നു. അങ്ങനെ മൊബിലൈസ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും അത്ര പ്രമുഖനല്ല. അതുകൊണ്ട് തന്നെ അവിടെ BJPയുടെ പത്മജ വേണുഗോപാൽ വളരെ വലിയ തേരോട്ടമാണ് നടത്തിയിരിക്കുന്നത്. ഒരു 3000 വോട്ടിനെങ്കിലും പത്മജ വേണുഗോപാൽ ജയിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ തൃശ്ശൂരിലെ ഇന്നത്തെ അവസ്ഥ. 4 ദിവസം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. കാരണം തെരഞ്ഞെടുപ്പ് ഓരോ ദിവസം അടുക്കും തോറും വളരെ അതിവൈകാരികമായ വിഷയങ്ങൾ വരികയും ആളുകൾ മാറുകയൊക്കെ ചെയ്യാം. അവിടെ ഒരു കുറേ കിറ്റ് കൊടുത്തെന്നും അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കേസും വഴക്കോട്ടൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ വരും. അത് ഓരോ ദിവസം കഴിയുന്തോറും പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിക്കും. സുരേഷ് ഗോപി എങ്ങനെയാണോ തൃശ്ശൂർ മണ്ഡലത്തിൽ, ലോക്സഭാ മണ്ഡലത്തിൽ അടിത്തട്ടിലേക്ക് പോയി പ്രവർത്തിച്ചത്, അതുപോലെ അതിനേക്കാൾ ഒരു പടി മുകളിൽ പത്മജ വേണുഗോപാലിനെ ജയിപ്പിച്ചെടുക്കാനുള്ള അരയും തലയും മുറുക്കിയാണ് സംഘപരിവാറും BJPയും അവിടെ ഉള്ളത്. അതൊരു വലിയ പോസിറ്റീവായി അവിടെ കാണുന്ന ഒരു വിഷയമാണ്. പൊളിറ്റിക്കലി നമുക്ക് പോസിറ്റീവ് ഒന്നുമല്ല, പൊളിറ്റിക്കലി അവിടുത്തെ BJPക്ക് പോസിറ്റീവായി കാണുന്ന ഒരു വിഷയമാണ്. അപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. നരേന്ദ്രമോദി അവിടെ വരികയും റോഡ് ഷോ നടത്തുകയും ചെയ്തപ്പോൾ അതിൻ്റെ ഹൈപ്പ് മറ്റൊരു തരത്തിലായി. നരേന്ദ്രമോദിയുടെ വലതുവശത്തായും ഇടതുവശത്തും ഒക്കെ, അതായത് പിന്നെ സ്റ്റേജ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവിടുത്തെ പരിപാടികളുണ്ടായിരുന്നു. ആ പരിപാടികളിൽ പാലക്കാടും അതുപോലെ തന്നെ തൃശ്ശൂരും നടന്ന റോഡ് ഷോയിലും റാലിയിലുമൊക്കെ അവരോടൊപ്പം, മോദിയോടൊപ്പം കൂടെ നിന്ന് സഞ്ചരിക്കാനൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ആത്മാഭിമാനമൊന്നും വേണ്ട ബഹളത്തിൽ കുറച്ചുകൂടി കോൺഫിഡൻസ് പത്മജ വേണുഗോപാലിന് കൂടിയിട്ടുണ്ട്. ആ കോൺഫിഡൻസ് കൂടൽ വോട്ടായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ എടുത്തിട്ടാണ് പറയുന്നത്. ഇപ്രാവശ്യം തൃശ്ശൂർ BJP കൊണ്ടുപോയാൽ അത്ഭുതമില്ല. അവരുടെ ഒരു A ക്ലാസ് മണ്ഡലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി നിൽക്കുന്നുണ്ട്. അതേസമയം അപ്പുറത്താണെങ്കിൽ രമേഷ് പിഷാരടി വലിയ തേരോട്ടം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ശോഭാ സുരേന്ദ്രൻ പിറകിലല്ല, അവരും കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നെക്ക് ടു നെക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു 7000-ൻ്റെ കണക്ക് പറഞ്ഞു രമേഷ് പിഷാരടിക്കെങ്കിലും അവിടെ നിന്ന് അത് മറിഞ്ഞ് കുറച്ചൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് പാലക്കാട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയും എന്ത് സംഭവിക്കുമെന്നറിയില്ല. മോദി വന്നു കഴിഞ്ഞപ്പോൾ ചിത്രം മാറിയിരിക്കുകയാണ്. പാലക്കാട് മാറിയിട്ടുണ്ട്, തൃശ്ശൂർ മാറിയിട്ടുണ്ട്. തൃശ്ശൂർ എന്തായാലും ഒരു 2000-3000 വോട്ടിന് കൃത്യമായി പത്മജ വേണുഗോപാൽ ജയിക്കുന്നൊരു സ്ഥിതിയിലേക്കാണ് ഇന്നത്തെ അവസ്ഥ. എന്ന് വിചാരിച്ച് റിസൾട്ട് വരുമ്പോൾ അവർ തോറ്റുപോയാൽ ഞങ്ങളെ പൊങ്കാലിടണ്ട. കാരണം ഞാൻ വീണ്ടും പറഞ്ഞു, പൊളിറ്റിക്സ് ഓരോ ദിവസവും ഓരോ മണിക്കൂറും മാറിക്കൊണ്ടിരിക്കുന്നതാണ് കേരളത്തിൻ്റെ ചിത്രം. അതുകൊണ്ട് തന്നെ ആര് വന്നു, എപ്പോൾ വന്നു, എങ്ങനെ വന്നു എന്നുള്ളതിലൊന്നും ഒരു പ്രസക്തിയുമില്ല. അതുകൊണ്ട് വളരെ കൃത്യമായി പൊളിറ്റിക്സാണ് നമ്മൾ പറയേണ്ടത്. ആ പൊളിറ്റിക്സ്, കേരളത്തിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു 10-50 മണ്ഡലം എടുത്താൽ CPM തന്നെ ജയിക്കുന്നു. അത് വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ കുറച്ച് 10-25 മണ്ഡലം 10-30 മണ്ഡലം എടുത്താൽ കോൺഗ്രസും ലീഗും തന്നെ ജയിക്കും, കേരള കോൺഗ്രസും. അതിലും ഒന്നും പറയാനില്ല. ബാക്കി അപ്പോൾ ഒരു എല്ലാം കൂടി ഒരു 80-85 മണ്ഡലം അങ്ങനെ പോയി. ബാക്കി വരുന്ന 140-ൽ ബാക്കി വരുന്ന ഒരു 50-55 മണ്ഡലം എന്ന് പറഞ്ഞാൽ അതാണ് ഡിസൈഡിങ് ഫാക്ടർ. അത് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അത് കൂടുതലും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമാണ്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലാണ്. തെക്കൻ കേരളത്തിൽ അങ്ങനെ ആർക്കും ഒരു പരമ്പരാഗത കുത്തകയില്ല. ഇപ്പോൾ വാവനപുരം പോലുള്ള ചില മണ്ഡലങ്ങൾ ഒഴിച്ചാൽ, പിന്നെ ആറ്റിങ്ങൽ, ചെറിയ ഇങ്ങനെ 2-3 മണ്ഡലങ്ങൾ ഒഴിച്ച് കുറച്ച് അത് പക്ഷേ മറ്റേതിലേക്ക് പോകും. CPMൻ്റെ 50-ലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ 55-ലേക്ക് പോകും. ബാക്കി മണ്ഡലങ്ങൾ എടുത്താൽ അവിടെ മാറിയും തിരിഞ്ഞും സ്ഥാനാർത്ഥികൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജയിക്കിച്ചിട്ടുണ്ട്. UDF-വരും LDF-വരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്രാവശ്യം BJP ഒരു 4-5 സീറ്റ് പിടിക്കും എന്നാണ് റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിടിക്കുമെങ്കിൽ അതിലൊരു സീറ്റായി പത്മജ വേണുഗോപാൽ ജയിച്ചാലും ഒരത്ഭുതമില്ല എന്നുള്ള നിലയിലാണ് ഇന്നത്തെ ഒരു പൊസിഷൻ നിൽക്കുന്നത്. എപ്പോഴും ഞാൻ പറഞ്ഞു, ഏത് നിമിഷം വേണോ പൊസിഷൻ മാറാം, ഏത് ദിവസം വേണോ മാറാം. അപ്പോൾ ഇപ്പോൾ UDF-ന് അപ്പർ എഡ്ജ് ഉണ്ട് കേരളത്തിൽ ഭരണത്തിൽ. BJP 3-4 സീറ്റ് വരുന്നതിൽ ഒരു സീറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു സീറ്റായി പത്മജ വേണുഗോപാലിൻ്റെ തൃശ്ശൂർ മുന്നിൽ വന്നിട്ടുണ്ട്. ഇനി
ഞാൻ വീണ്ടും പറയുന്നു, അത്ഭുതങ്ങൾ സംഭവിക്കാം, മാറ്റങ്ങൾ സംഭവിക്കാം, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. കാരണം ഇത് തിരഞ്ഞെടുപ്പാണ്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ഫിക്സഡ് ആയിട്ട് ആരെയും തീരുമാനിച്ച് വയ്ക്കുന്നില്ല. കഴിഞ്ഞ ഒരു പ്രാവശ്യം അവരൊരു ഭരണ തുടർച്ച കൊടുത്തു, അത് പല കാരണങ്ങളുണ്ട്, കൊടുത്തു എന്നുള്ളതല്ലാതെ ഇനി അത്തരത്തിലുള്ള ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് കേരളത്തിലില്ല. അതുകൊണ്ട് തന്നെ ഏത് മണ്ഡലത്തിലും എപ്പോഴും അത്ഭുതങ്ങൾ സംഭവിക്കാം. തീർച്ചയായും തൃശ്ശൂർ മണ്ഡലത്തിൽ ഇപ്രാവശ്യം താമര വിരിയാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. പത്മജ വേണുഗോപാൽ ജയിക്കാനുള്ള സാധ്യത. ഇനി കാലത്തിൻ്റെ കാവ്യനീതി പോലെ മറ്റൊരു സംഭവം കൂടെ ഉണ്ടാകുമോ എന്നുള്ളതും രാഷ്ട്രീയ ലോകം ചിന്തിക്കുന്ന ഒരു അത്ഭുതമാണ്. അവിടെ സഹോദരി ജയിക്കുകയും ഇവിടെ സഹോദരൻ വട്ടിയൂർക്കാവിൽ മുരളീധരൻ തോറ്റുപോവുകയും ചെയ്താൽ രാഷ്ട്രീയത്തിൽ മറ്റൊരു കൗതുകം കൂടി നമുക്ക് കാണേണ്ടി വരും. അതുണ്ടാവുമോ നമുക്കറിയില്ല. കാരണം വട്ടിയൂർക്കാവിലും അത്ര ഒരു അൺസേഫിലല്ല നിൽക്കുന്നത്, കുറച്ചുകൂടെ സേഫ് സോണിലാണ്. മുരളീധരനും ഉണ്ട്, പ്രശാന്തുണ്ട്, മുരളീധരനുണ്ട്, ശ്രീലേഖയുണ്ട്. 3 പേരും നല്ല വലിയ ഹൈപ്പിലാണ് നിൽക്കുന്നത് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ. അതുകൊണ്ട് നല്ല ത്രികോണ മത്സരമാണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. പക്ഷേ തിരിച്ച് സംഭവിച്ചാൽ പത്മജ വേണുഗോപാൽ ജയിക്കുകയും മുരളീധരൻ തോൽക്കുകയും ചെയ്താൽ അത് അവരുടെ ഫാമിലിയിൽ ഉണ്ടാകുന്നൊരു പൊളിറ്റിക്കൽ ട്രാജഡി കൂടിയായിരിക്കും. കാരണം മുരളീധരൻ ജയിച്ചാൽ അദ്ദേഹം UDF വരികയും ചെയ്താൽ മന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരു നേതാവാണ്. അതിനുമൊക്കെ തടസ്സം വരും. അപ്പോൾ മുരളിയുടെ ഒരു പൊളിറ്റിക്കൽ കരിയർ തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതുപോലെ പൊളിറ്റിക്കൽ കരിയർ തീരുമാനിക്കുന്ന കാര്യം. ഇത് ജയിക്കുകയാണെങ്കിൽ പത്മജയ്ക്ക് പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കാനില്ല. കേരളത്തിലെ ഒരു അപൂർവമായ വിത്തായി കേരളത്തിലെ BJPയുടെ ഒരു വലിയ സ്പോക്സ്മാനായി അല്ലെങ്കിൽ സ്പോക്സ് പേഴ്സണായി മാറാൻ പത്മജയ്ക്ക് കഴിയും. വനിത കൂടെ ആയതുകൊണ്ട് അവർക്ക് വലിയ പൊളിറ്റിക്കൽ ഭാവിയാണ് പിന്നെ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പത്മജ വേണുഗോപാൽ ജയിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.